ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ബംഗ്ലാദേശ് വിഷയം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളൊന്നും ചർച്ചയെടുക്കുന്നില്ല. കാരണം അവർക്കതൊന്നും ചർച്ചയില്ല. അവർക്ക് റാഫ വിഷയമാണ്, ഗാസ വിഷയമാണ്, പലസ്തീൻ വിഷയമാണ്. പക്ഷേ സൗദി അറേബ്യയും യമനും തമ്മിൽ യുദ്ധം ചെയ്ത് സൗദികൾ കൊല്ലപ്പെട്ടാലും ലക്ഷക്കണക്കിന് വരുന്ന യമൻ സ്ത്രീകളും കുട്ടികളും കൊല ചെയ്യപ്പെട്ടാലും ഇവിടെ അതൊന്നും വാർത്തയല്ല, വിഷയമല്ല. കാരണം രണ്ട് ഭാഗത്തുമുള്ളത് മുസ്ലിങ്ങളാണ്. താലിബാനികൾ അഫ്ഗാനികളെ കൊന്നൊടുക്കിയാലും നമ്മുടെ നാട്ടിൽ അത് വാർത്തയല്ല. രണ്ട് ഭാഗത്തുമുള്ളത് മുസ്ലിങ്ങളാണ്. പാകിസ്ഥാനിൽ കലാപമുണ്ടായാലും തുർക്കിയിൽ ഉണ്ടായാലും സിറിയയിൽ ഉണ്ടായാലും ഇറാനിൽ ഉണ്ടായാലും ഇതൊന്നും ഇവിടെ വലിയ രൂപത്തിൽ വാർത്തയല്ല. കാരണം ഇതെല്ലാം മുസ്ലിങ്ങളാൽ മുസ്ലിങ്ങൾക്ക് കിട്ടുന്ന പണിയാണ്. അതിനിപ്പോ ആരെങ്കിലും പരാതി പറഞ്ഞിട്ട് വിമർശിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? വോട്ട് ബാങ്ക് ഇല്ലല്ലോ. ഇവിടെ വോട്ട് ബാങ്ക് വേണമെങ്കിൽ ഇസ്രായേലിനെ പറയണം, ജൂതന്മാരെ പറയണം, അതല്ലെങ്കിൽ ഹിന്ദുക്കളെ പറയണം. അല്ലാതെ വേറെ രക്ഷയില്ല. രണ്ടായിരുന്നാലും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കണം, മുസ്ലിങ്ങളെ സുഖിപ്പിക്കണം. ഈ നയം സ്വീകരിച്ചാൽ മാത്രമേ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇവർക്ക് കളിക്കാൻ പറ്റൂ. അതാണ് ഇന്നും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബംഗ്ലാദേശ് വിഷയത്തിൽ മൗനികളാകുന്ന ആളുകളോട് പ്രത്യേകിച്ച് ഭാരതം എടുക്കുന്ന ചില നിലപാടുകൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമസ്കാരം. ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വംശീയ ഹത്യ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവില്ല. അതൊരു മനുഷ്യ കൂട്ടക്കുരുതിയാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. കഴിഞ്ഞ 2-3 മാസങ്ങളായി ബംഗ്ലാദേശ് കത്തുകയാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ മാത്രമാണ് അതൊരു ആഗോള തലത്തിലേക്കുള്ള ഒരു വിഷയമായി പോലും വരുന്നത്. എന്തുകൊണ്ട് നമ്മളെ പോലെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയം നിരന്തരം ചർച്ച ചെയ്യുന്നത് കൊണ്ട്, പോസ്റ്റുകൾ ഇടുന്നത് കൊണ്ട്, നമ്മള് നിരന്തരം ഈ വിഷയം ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വഖഫ് വിഷയമായിരുന്നാലും അതല്ല NRC വിഷയമാണെങ്കിലും ഏക സിവിൽ കോഡാണെങ്കിലും മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ നമ്മൾ കുത്തിത്തോണ്ടിയെടുത്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇന്നും ലൈവായി നിൽക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ആയിരങ്ങൾക്ക് അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിലെ 50ഓളം ജില്ലകളിലായി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 200-ൽ പരം സംഭവങ്ങളിൽ തന്നെ 1000-ഓളം പേർ മരിച്ചിട്ടുണ്ട്. ചിറ്റഗോങ്ങിലും ധാക്കയിലും ഒക്കെ നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് നമ്മൾ ടിവിയിലും വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിയുന്നത്. ബംഗ്ലാദേശിലെ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ വാർത്താ സംവിധാനം അധികം ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ദുർഗാ പന്തലുകൾ, ക്ഷേത്രങ്ങൾ, വീടുകൾ ഒക്കെ ആക്രമിക്കപ്പെടുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നു, പലരെയും റേപ്പ് ചെയ്യുന്നു, കൊല്ലുന്നു, പുരുഷന്മാരെ നടു റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്നു. ഇതെല്ലാം ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. ഈ പറയുന്ന ഓരോ കലാപത്തിനും തൊട്ടു പിന്നാലെ ഇസ്ലാമിക തീവ്രവാദികളുടെ നേതൃത്വത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങി അവർ ഹിന്ദുക്കൾക്കെതിരെ വലിയ തോതിൽ മുദ്രാവാക്യങ്ങളും അക്രമ സ്വഭാവമുള്ള ആഹ്വാനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഇവര് മിണ്ടിത്തീരുന്നതിന് മുമ്പ് പൊതുവിലിറങ്ങും, പൊതുനിരത്തിലിറങ്ങും. വണ്ടികൾ അടിച്ചു പൊട്ടിക്കുക, തീയിടുക, കടകൾ അടിച്ച് തകർക്കുക, അവിടെയുള്ള ആളുകളെ പിടിച്ചിറക്കി കൊണ്ടുവന്ന് കൊല്ലുകയോ വെട്ടുകയോ തിന്നുകയോ ഒക്കെ ചെയ്യുക. അക്രമാസക്തമായ രൂപത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുക. ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായും മറ്റുള്ളവർ ഭയപ്പെടും, പ്രതികരിക്കില്ല. അതാണ് അവർ അവരുടെ വേട്ടയായിട്ട് എടുക്കുന്നത്, ചൂഷണം ചെയ്യാൻ. പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, നമ്മൾക്ക് ബംഗ്ലാദേശിൽ സംഭവിച്ച ഒരു വലിയ അബദ്ധത്തെ കുറിച്ചാണ്. 1962-ലെ ചൈനീസ് ആക്രമണത്തെ നമ്മൾ ഹിമാലയൻ ബ്ലണ്ടർ എന്നാണ് പറയുന്നത്. ഹിമാലയത്തോളം വലിപ്പമുള്ള ഒരു വലിയ മണ്ടൻ തീരുമാനം നെഹ്റു എടുത്തതിന്റെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് നെഹ്റു എടുത്തതിന്റെ ഫലമായിരുന്നു 62-ൽ നമുക്ക് ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന ചൈനീസ് ആക്രമണം. പക്ഷേ ഇവിടെ വിജയം ഉണ്ടായിട്ടും നമ്മൾക്കൊരു വലിയ അബദ്ധം ബംഗ്ലാദേശിൽ 1971-ൽ സംഭവിച്ചു. ഒരു പക്ഷേ അതിന്റെ ഫലമാണ് ഇന്നും അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്നത്. അത് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഭാരതത്തിൽ ഉൾപ്പെടെയുള്ള ഹിന്ദു സമൂഹത്തിന് ബംഗ്ലാദേശ് ഒരു പാഠമാകുന്നുണ്ട്. പ്രത്യേകിച്ച് അതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം പാഠമാകുന്നുണ്ട്. ഈ 2 കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരതത്തിന്റെ നിലപാടും കൂടി ഒന്ന് പരിശോധിക്കാം. ഇപ്പോൾ അല്പസമയം മുമ്പ് ലഭിച്ച വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് ഒരു പ്രത്യേക മീറ്റിംഗിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ, അതേപോലെ നാഷണൽ സെക്യൂരിറ്റി
സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ഏറ്റവും അവസാനത്തെ സ്ഥിതിഗതികളെ കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. തീർച്ചയായിട്ടും ഇതിനൊരു ആഗോള മാനം കൈവന്നിട്ടുള്ളത് ബംഗ്ലാദേശിലെ ഇസ്കോണിന്റെ നേതാവും അവിടുത്തെ പ്രമുഖ സന്യാസിയുമായ ശ്രീ ചിന്മയി കൃഷ്ണദാസ് എന്ന് പറയുന്ന സന്യാസി വര്യന്റെ അറസ്റ്റാണ്. അദ്ദേഹത്തെ ഒരു കള്ളപ്പരാതിയുടെ പേരിൽ, അദ്ദേഹം ബംഗ്ലാദേശ് പതാകയെ അപമാനിച്ചു എന്നുള്ള കള്ളപ്പരാതിയുടെ പേരിലാണ് അദ്ദേഹത്തെ പിടിച്ച് അകത്താക്കിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അറസ്റ്റും ഒരു വിടുതലും അപ്പുറത്തുണ്ടായിട്ടുണ്ട്. അറസ്റ്റ് ശ്രീ ചിന്മയിയുടെയാണ്. അദ്ദേഹം ഇസ്കോണിന്റെ അറിയപ്പെടുന്ന സന്യാസി വര്യനാണ്. ബംഗ്ലാദേശിൽ വെള്ളപ്പൊക്ക കാലത്തും അതേപോലെ കോവിഡ് കാലത്തും ഒക്കെ വലിയ തോതിൽ മനുഷ്യ സഹായം ചെയ്ത, ജാതി മതഭേദമന്യേ സഹായം ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. അല്ലെങ്കിൽ തന്നെ ഇസ്കോണിന്റെ ക്ഷേത്രങ്ങളിൽ എപ്പോഴും അന്നദാനവും മറ്റ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനൊന്നും യാതൊരു മതഭേദവും ഇല്ലാതെ അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഇസ്കോണിനെ ഒരു രാജ്യവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമമാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത്. അതിന്റെ പിന്നിൽ വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ രാജ്യവിരുദ്ധരാണ് എന്ന് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആഗോള തലത്തിൽ ബംഗ്ലാദേശിലെ ഗവൺമെന്റിനെ ബാധിക്കുമെന്ന് ഈ ഇസ്ലാമിസ്റ്റുകൾക്കും ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ ഭരണകൂടത്തിനും അറിയാം. ഈ ഭരണകൂടം പൂർണ്ണമായും തീവ്രവാദികളുടെ ഭരണകൂടമാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ട് വരും. അപ്പൊ അതുകൊണ്ട് ഹിന്ദു എന്നുള്ള അല്ലെങ്കിൽ ഹിന്ദു സമൂഹം എന്നുള്ള ആ പദം എടുത്തു മാറ്റി അവിടെ ഇസ്കോണിനെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചിറ്റഗോങ്ങിൽ ഇസ്കോണിന്റെ സ്ഥാപനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അവർ വിളിച്ച മുദ്രാവാക്യം, അവർ പറഞ്ഞത് ഇസ്കോൺ രാജ്യദ്രോഹികളാണ്. അപ്പോൾ രാജ്യദ്രോഹികളായിട്ട് ഇസ്കോണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഹിന്ദുക്കളുടെ നേരെയുള്ള ആക്രമണമാണ് അല്ലെങ്കിൽ വംശഹത്യയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇത് നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശ് ഗവൺമെന്റ് ഒരാളെ ജയിലിൽ നിന്ന് വിട്ടയക്കുകയും ചെയ്തു. ഒരാളെ ജയിലിലാക്കുമ്പോൾ മറ്റൊരാളെ വിട്ടയച്ചു. ആ വിട്ടയച്ച ആളുടെ പേര് കേൾക്കണം. അയാളുടെ പേരാണ് ജഷീമുദ്ദീൻ റഹ്മാനി ഹാഫി. ഈ ജഷീമുദ്ദീൻ റഹ്മാനി ഹാഫി എന്ന് പറയുന്നത് അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്ന സംഘടനയുടെ നേതാവാണ്. ഈ അൻസറുള്ള ബംഗ്ലാ ടീം എന്ന് പറയുന്നത് അൽ ഖ്വയ്ദയുടെ ഘടകമായി ബംഗ്ലാദേശിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ബംഗ്ലാദേശിൽ നിരവധി തീവ്രവാദി ആക്രമണങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളാണ് ഈ പറയുന്ന വ്യക്തി. ഇയാളെയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ബംഗ്ലാദേശിലെ അവാമി ലീഗ് സർക്കാർ, ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ ജയിലിലാക്കിയിരിക്കുകയായിരുന്നു. ഇയാളെ കോടതി ശിക്ഷിച്ചതാണ്. ഇയാളെയാണ് ഇപ്പോൾ ഈ വലിയ മതേതരത്വവും വലിയ വികസനവും ഒക്കെ പറയുന്ന മുഹമ്മദ് യൂനസിന്റെ സർക്കാർ നിരുപാധികം വിട്ടയച്ചിരിക്കുന്നത്. പുറത്തിറങ്ങിയ ഉടൻ തന്നെ ഇയാൾ നടത്തിയ ഒരു പ്രസ്താവന ഭാരതത്തെയും ഞെട്ടിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇയാൾ മമതാ ബാനർജിയോടാണ് അഭിസംബോധന ചെയ്ത് ഇയാൾ ഒരു പ്രസ്താവന നടത്തിയത്. ഇയാൾ മമതാ ബാനർജിയോട് പറഞ്ഞത് നമ്മൾക്ക് ഒരുമിച്ച് ഒരു ബംഗാൾ ഉണ്ടാക്കാം, ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായിട്ട് ഒരു ബംഗാൾ ഉണ്ടാക്കാം, അതുകൊണ്ട് നിങ്ങൾ ഭാരതത്തിൽ നിന്ന് വിട്ടുവരണം എന്നാണ് ഇയാൾ ആവശ്യപ്പെട്ടത്. കാരണം ഇവിടെ നിന്ന് വെസ്റ്റ് ബംഗാളും കൂടി അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹിന്ദുക്കളെയും കൂടി അവർക്ക് ഇല്ലാതാക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അങ്ങനെ ഒരു വിശാലമായ പ്രദേശം അവർക്ക് ലഭിക്കും. ഇതൊക്കെ ആയിരിക്കും അയാളുടെ സ്വപ്നം. എന്തായാലും അയാൾ ആദ്യം ആവശ്യപ്പെട്ടത് മമതാ ബാനർജിയോടാണ്. ഇവരുടെ മനസ്സിൽ ഇവരിപ്പോ എത്ര കുടിലമാണ് എന്നും എത്ര കൃത്യമാണ് എന്നും ഇതിന്റെ പിന്നിൽ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഉണ്ട് എന്നും തെളിയിക്കാൻ ഈ പറയുന്ന തീവ്രവാദിയുടെ ഈ ഒരൊറ്റ പ്രസ്താവന മതി. എന്തായാലും ഭാരതത്തിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംബന്ധിച്ച് വലിയ നിശബ്ദതയായിരുന്നു നമ്മുടെ പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ദേശീയമായി ചാനലുകളൊക്കെ ചർച്ച ചെയ്യുന്നു, പല BJP നേതാക്കന്മാരും ഇതിനെ അപലപിക്കുന്നു, ഈ അക്രമങ്ങളെ. പക്ഷേ പ്രതിപക്ഷം പൊതുവെ നിശബ്ദമായിരുന്നു. എന്തായാലും ഇന്ന് കോൺഗ്രസിന്റെ നേതാവ് പ്രിയങ്ക ഗാന്ധി MP, അതേപോലെ ശശി തരൂർ MP, ഇവരെല്ലാം ഈ ഒരു അക്രമത്തിനെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പശ്ചിമബംഗാളിലെ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജിയും ഇക്കാര്യത്തിൽ ഞാൻ കേന്ദ്ര സർക്കാരിനോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയും ആശ്വാസം. പക്ഷേ ഈ വിഷയത്തിൽ മമതാ ബാനർജി ആണെങ്കിലും ശശി തരൂരാണെങ്കിലും സോണിയയോ അതല്ല പ്രിയങ്കയോ രാഹുലോ ഇവരാരെങ്കിലും ഒരാൾ ഒന്ന് വായ തുറക്കാനുണ്ടായ സാഹചര്യം നമ്മൾ നിരന്തരം ഈ വിഷയത്തെ സംബന്ധിച്ച് ലൈവായി നിർത്തിയതാണ് ഒന്നാമത്തെ കാര്യം. 2, നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു പാർലമെന്റിലേക്ക് അയച്ച ആളുകൾ എന്തുകൊണ്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കേണ്ടുന്ന ബാധ്യത സ്വതന്ത്ര ഭാരതത്തിനുണ്ട്. അത് തന്നെയാണ് നരേന്ദ്രമോദിയും പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ ഇസ്കോണിന്റെ സന്യാസി വര്യനെ പിടിച്ചകത്തിടുകയും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയ ആ അടുത്ത സന്യാസിയെയും കൂടി അകത്തിട്ടു. 13ഓളം സന്യാസികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു. ഈ തീവ്രവാദി സർക്കാരായ മുഹമ്മദ് യൂനസിന്റെ സർക്കാർ മൈക്രോ ഫിനാൻസിൽ എന്തോ നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ശരി, ഇരിക്കട്ടെ. അപ്പോ ഇദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികളെ നിയന്ത്രിക്കാനോ ഉരുക്ക് മുഷ്ടി ഉപയോഗിച്ച് അവരെ നിയന്ത്രിക്കാനോ കഴിയാതെ അവരെ അഴിച്ചുവിട്ടിരിക്കുന്നു. ഇപ്പൊ അതുമാത്രമല്ല, ഇവിടെ വഖഫ് ബോർഡിന് മേലെ ഒരു ബോർഡുണ്ട്, ഉലമാ ബോർഡ്. ഈ അൽ ഉലമാ ബോർഡിന് പ്രധാനമായും പറയാനുണ്ടായിരുന്ന 17 ആവശ്യങ്ങൾ. അതിലൊന്ന്, ജയിലുകളിലുള്ള മുഴുവൻ മുസ്ലിം നാമധാരികളെയും ജയിലുകളിൽ നിന്നും ഇറക്കിവിടണം, RSSനെ നിരോധിക്കണം. ഇപ്പോൾ അത് പ്രാവർത്തികമായോ?
ചിന്മയ് കൃഷ്ണദാസിനെ പിടിച്ചകത്തിട്ടിട്ട് മറ്റൊരു കൊടും ഭീകരനായ തീവ്രവാദിയെ പുറത്തിറക്കുകയും ചെയ്തിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ ജയിലുകൾ ഇന്ന് ശൂന്യമാണ്. കാരണം അതിനകത്തുണ്ടായിരുന്ന ക്രിമിനലുകളൊക്കെ ഷെയ്ഖ് ഹസീനയുടെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് നാടുവിട്ട ആ ഒരു അവസ്ഥയെത്തിയതോടുകൂടി ജയിലുകളിൽ നിന്നും തീവ്രവാദികൾ അതിനകത്തുള്ള ആയുധവും കൂടി എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് ചാടിയത്. അപ്പോൾ ആ പെണ്ണൊരുത്തിക്ക് ഈ തീവ്രവാദികളെ മുഴുവനും അടക്കി ഭരിക്കാനും നിയന്ത്രിച്ച് നിർത്താനും സാധിച്ചു. പക്ഷേ ഇടക്കാല സർക്കാരായ നട്ടെല്ലില്ലാത്ത മുഹമ്മദ് യൂനസ് സർക്കാരിന് സാധിക്കാതെ പോകുന്നു. പെണ്ണൊരുത്തി ഭരിച്ച് കാണിച്ചു തന്നു. ഒരു മുസ്ലിം സ്ത്രീയെ അധികാരമേൽപ്പിച്ച ഒരു ജനതയും ലക്ഷ്യം കൈവരിക്കില്ല എന്നും ഗതി പിടിക്കില്ല എന്നും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മാറ്റി തിരുത്തുകയായിരുന്നു ഷെയ്ഖ് ഹസീന ചെയ്തത്. പെണ്ണധികാരത്തിലിരുന്നപ്പോൾ ആ രാജ്യത്തിന് സമ്പൽ സമൃദ്ധി ഉണ്ടായിരുന്നു, ആ രാജ്യത്ത് സമാധാനമുണ്ടായിരുന്നു, ക്രിമിനലുകൾ ജയിലുകളിലായിരുന്നു. ഇന്നോ സാധാരണക്കാർ ജയിലുകളിലാകുന്നു. സാധാരണക്കാർക്ക് ആ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനൊക്കെ ആര് സമാധാനം പറയും? നന്ദി.